ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആണ്. ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ടു, നിങ്ങളെല്ലാം കണ്ട് ആൻഡ് താങ്ക് യു. ഇതെന്ന് പറയുന്നത് അഹമ്മദാബാദിൽ, അതായത് ഗുജറാത്തിൽ സാനിന്ദ് എന്ന് പറയുന്ന ഏരിയ. അവിടെ ഫാർമയുടെ കമ്പനികളുണ്ട്. പിന്നെ ഇതേ കണക്ക് ഇങ്ങനെ ഒത്തിരി പാടങ്ങളും ഇങ്ങനെ ഒത്തിരി ഏക്കേഴ്സ് ഓഫ് ലാൻഡും ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഉള്ള ചെടികളെ നിങ്ങൾക്കിങ്ങനെ കാണാം. കണ്ട ഇതേ കണക്കിങ്ങനെ ഒത്തിരി തുറന്നായ സ്ഥലമാണ്. നമ്മുടെ കേരളത്തിനെയും കാട്ടിയും ഒത്തിരി ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ സാനന്ദ് ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതേ കണക്ക് കുറേ ചിലയിടത്ത് പാടങ്ങൾ കാണാം, ചിലയിടത്ത് ഇതേ കണക്ക് തുറസായ സ്ഥലങ്ങൾ കാണാം, എല്ലാം കാണപ്പെടുന്നതാണ്. ഓക്കെ, പല സ്ഥലങ്ങളും ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറമാണ്, പക്ഷേ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. ഓക്കെ, നിങ്ങൾ ഷോർട്സ് കണ്ടു കാണുമായിരിക്കും. ഭയങ്കര പൊടിക്കാറ്റ് അങ്ങോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് പക്ഷേ മഴ അങ്ങനെ ഇല്ലായിരുന്നു. വേറെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിങ്ങനെ മഴ വരുന്നതിന് മുമ്പായിട്ട് പൊടി അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ബിൽഡിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മഴയെന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ട്രാഫിക്കിൻ്റെ കാരണം ബ്രിഡ്ജ് ഉണ്ടാക്കുമല്ലേ, അടിയിൽ കൂടെയും അണ്ടർഗ്രൗണ്ട് പാസ്, നമുക്ക് അതിലെയും വണ്ടികൾ പോവാം. പക്ഷേ മഴ പെയ്തപ്പോൾ അതെല്ലാം അങ്ങ് നിറഞ്ഞു. പിന്നെ വേറൊരു കാഴ്ചയെന്ന് വെച്ചാൽ ഒരു രഥയാത്ര ഉണ്ടായിരുന്നു. ഇസ്കോൺ അമ്പലം ഉണ്ടല്ലേ, കൃഷ്ണ ഭഗവാൻ്റെ. അപ്പോൾ അവിടെ അമ്പലത്തിൽ അതാണ് രഥം. ഓക്കെ, രഥയാത്രയിൽ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ പ്രൊസഷനായിട്ട് പോകുന്നുണ്ട്. കണ്ടോ, അതിൽ അവരിങ്ങനെ ഡാൻസ് കളിക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ കാവടിയാട്ടം കണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൊത്തം എടുത്തില്ല. അതായത് കണ്ട ഈ ഗോപുരം, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഈ ഗോപുരം കണ്ട അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിങ്ങനെ താഴോട്ട് പോവുകയും ചെയ്യും. ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് എയറിൻ്റെ ഇത് വെച്ചിട്ട് അത് മുകളിലോട്ട് പോകും. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു രഥയാത്ര ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇത് ആ മഴയ്ക്കൊക്കെ മുമ്പായിരുന്നു കേട്ടോ, ഒരു ദിവസത്തിലായിരുന്നു. അങ്ങനെ അപ്പം ഈ രഥയാത്രയോട് അനുബന്ധിച്ച് പല പല എന്തുവാ പറയുന്നത്, കെട്ടുകാഴ്ചകളെന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് ഇതിൽ ഈ പ്രൊസഷനിൽ ഒത്തിരി എല്ലാ അതായത് ഇതിൽ പ്രായത്തിലുള്ള ആൾക്കാരും പങ്കുചേരുന്നുണ്ട്. ഇതിൽ കണ്ടോ, പൊയ്ക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ അവരെല്ലാം കൂടെ നൃത്തം എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്തിൽ മെയിനായിട്ട് ഗർബ എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മൾ നവരാത്രിക്ക് കളിക്കുന്ന ആ ഡാൻസ് ഫോമിന് ഇവിടെ പറയുന്നത് ഗർബ എന്നാണ് കേട്ടോ. ഇത് കണ്ട ആൾക്കാർ നടന്നു പോകുകയാണെങ്കിലും അവരൊരു താളത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അവരിങ്ങോട്ട് ലെഫ്റ്റിലും റൈറ്റിലോട്ടും കണ്ടോ സ്റ്റെപ്പ് ഇടുന്ന കണ്ടോ. ഇതേ കണക്കാണ്. ഇപ്പോൾ ഏതൊരു ഫങ്ഷനിലായിട്ട്, കല്യാണം ആവട്ടെ, ഒരു ബർത്ത്ഡേ ആവട്ടെ, എന്തായാലും അവിടെ ഒരു ഗർഭമാണ്. ഇപ്പം ഒരു മ്യൂസിക് കൺസേർട്ട് ഉണ്ടായാലും ലാസ്റ്റ് അവിടെ ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ലാസ്റ്റ് ഈ ഗർഭയിലാണ് അവസാനിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഡാൻസ് ഫോം. ഇതിങ്ങനെ രഥയാത്രയിൽ രഥത്തെ ഇങ്ങനെ ഫോളോ ചെയ്തിങ്ങനെ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കുറച്ച് നാളത്തെ ചില എല്ലാം കൂടെ ആക്കി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ റോഡിൻ്റെ കണ്ടോ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇത് പോകുന്നത്, ഇപ്പുറത്തെ സൈഡ് വണ്ടികൾ പോകുന്നു, അപ്പുറത്തോ ബ്ലോക്ക് ആക്കിയിരിക്കുക. ഇവിടെയും അതേപോലെ ബ്ലോക്കാണ്. പിന്നെ ഇതാണ് രാത്രി. രാത്രി എല്ലായിടും നല്ല ഭംഗിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ആണ് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ നൈറ്റ് ലൈഫ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ പോകുന്നു വഴിയോരങ്ങളിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ലൈറ്റായിട്ട് നമ്മളുടെ യാത്ര തുടരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.